അപ്പോൾ നമ്മൾ ഇന്ന് ഹിമാലയനായിട്ട് ഇറങ്ങിയത് തന്നെ ഹിമാലയൻ്റെ 2-3 കാര്യങ്ങൾ സംസാരിക്കാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കുകയുള്ളൂ. കൂടാതെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സജഷൻസും അതുപോലെ തന്നെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു 3 കാര്യം എന്താണെന്ന് വെച്ചാലും, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഒരു ഹിമാലയൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട്, രണ്ടാമത്തെ കാര്യം ബാക്ക് സൈഡിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടിനെ കുറിച്ചാണ്, മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ ടയറിൻ്റെ ലൈഫ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി ഈ മൂന്നാമത്തെ കാര്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേക്ക്, എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് കാര്യത്തേക്ക് കിടക്കാം. ഫസ്റ്റത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റിനെ കുറിച്ചിട്ടാണ് പറയണം. അതായത് ബാക്ക് സൈഡിൽ നിന്നും താഴത്തെ ഭാഗത്തു നിന്നും കേൾക്കുന്ന ഒരു സ്പ്രിങ് പ്രസ്താവുന്ന പോലത്തുള്ള സൗണ്ട്, അതെന്തിൻ്റെ ആണെന്നാണ് ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള ഡൗട്ട്. അപ്പോൾ കുറേ പേരൊക്കെ സസ്പെൻഷൻ്റെ പ്രശ്നമാണെന്ന് പറയണോ, കുറേ പേരൊക്കെ വേറെ വണ്ടിയുടെ സ്വിംഗാമിൻ്റെ പ്രശ്നമാണെന്ന് പറയണം. പക്ഷേ ഈ ഒരു ഇഷ്യൂ എൻ്റെ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഒരു 3 മാസങ്ങൾക്ക് മുമ്പൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ വണ്ടിക്ക് ഒരു 2-3-4 ദിവസത്തേക്ക് ഫീൽ ചെയ്തൊരു സൗണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബാക്ക് സൈഡിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങൾ ഈ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ട്രൈക്ക് ആയത്, ഈ സൗണ്ട് എന്തിൻ്റെയാണെന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞുള്ള സൗണ്ട് വരാനുള്ള ചാൻസസ് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന്, ബാക്കിലത്തെ സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്നും, അതുകൂടാതെ പിന്നെ വരുന്നുണ്ടാവാൻ ചാൻസ് ഉള്ളത് സ്വിംഗാമിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സസ്പെൻഷൻ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ബാക്കിലത്തെ റയർ മോണോ സസ്പെൻഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ വണ്ടിയുടെ ആക്ഷൻ ഒരുപാട് കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ, അത് ഈ ആ ഒരു കാര്യം ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് വരുന്നത് സ്വിംഗാമിൻ്റെ ഭാഗത്തുനിന്നാണ്. അപ്പോൾ ആ ഒരു സ്വിംഗാമിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടായിരുന്നത് സ്വിംഗാമിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു ആ കംപ്ലയിൻറ്റ് വന്നത്. അത് വേറൊന്നുകൊണ്ടല്ല, നമ്മളിപ്പോൾ വണ്ടി ചെളി കൂടെ, ഞാനിപ്പോൾ മെയിൻലി ആ ഒരു സമയത്തൊക്കെ നല്ലോണം ഓഫ് റോഡ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നല്ലപോലെ സ്വിംഗാമിൻ്റെ അത് ചെളിയൊക്കെ അടിഞ്ഞ് കയറി ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആണ് ഈ മഴയൊക്കെ പെയ്ത് ഒന്നുകൂടെ ചെളിയേറി ഡ്രൈ ആയപ്പോൾ ആണ് ഈ ഒരു സൗണ്ട് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്യുക. അതായത് സ്വിംഗാമിൻ്റെ ഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ഇടേണ്ട സ്ഥലത്ത് പ്രോപ്പറായിട്ട് ഗ്രീസ് ഇടിക്കുക. അപ്പോൾ ആ ഒരു ഇഷ്യൂ അങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന മറ്റൊരു സൗണ്ട്. അപ്പോൾ മറ്റൊരു സൗണ്ട് എന്ന് വെച്ചാൽ ഇത് വരുന്നത് ടയറിൻ്റെ ഭാഗത്താണ്. ആ ടയറിൻ്റെ ഭാഗത്തെന്ന് വെച്ചാൽ ടയറിൻ്റെ വണ്ടി ഓടുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് തള്ളുന്ന സമയത്ത്, ബാക്കിലേക്ക് തള്ളുന്ന സമയത്ത് ഒരു ഉറയുന്ന സൗണ്ടും, അതുപോലെ വണ്ടി കുറച്ച് ഓടിക്കഴിഞ്ഞ് വണ്ടി നിർത്തി നമ്മൾ ഡിസ്കിൽ ടച്ച് ചെയ്താലും, അതായത് ഒരുപാട് ബ്രേക്ക് അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഡിസ്കിൽ ടച്ച് ചെയ്താലും ഭയങ്കരമായിട്ട് ഡിസ്ക് ചൂടാവുന്ന ഇഷ്യൂ. അതുപോലെ തന്നെ വണ്ടിയുടെ റെയർ പെഡൽ, അതായത് റെയർ ബ്രേക്ക് പെഡലിൻ്റെ അടിയിൽ ഒരു കമ്പി വെച്ച് അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടും, അത് ഒരു ഫീല്. ആ ഒരു 3 കാര്യങ്ങളോട് വരുന്ന മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻ്റാണ് രണ്ടാമത്തെ. അപ്പോൾ ഈ ഒരു കാര്യം വരുന്നത് വേറൊന്നുകൊണ്ടല്ല, നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് മാത്രമാണ്. അതായത് ബാക്കിലത്തെ ബ്രേക്ക് പാഡ് തീർന്നിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മെയിൻലി ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു ബ്രേക്ക് പാഡ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉറയും ഡിസ്ക് വന്നിട്ട് നമ്മുടെ ഈ കാലിബറിൻ്റെ അകത്ത് ഉറയുന്ന സമയത്താണ് ആ ഒരു ഉറയുന്ന സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജാം ആയിരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ക് ചൂടാവും. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് പെഡലിൻ്റെ അടിയിൽ കമ്പി കൊണ്ട് അടിക്കുന്ന സൗണ്ട് വരുന്നത് ഈ ബ്രേക്ക് പാഡ് തീർന്നിട്ടും നമ്മൾ വണ്ടി ഓടിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ആ ഒരു സൗണ്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ബാക്കിലത്തെ സൗണ്ട് നിങ്ങൾക്ക് റിസോൾവ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ബ്രേക്ക് കാലിബറും ബ്രേക്ക് പാഡും ചെക്ക് ചെയ്ത് ഡിസ്കും ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ക്ലാരിഫൈ ആക്കാം. ഓക്കെ. അപ്പോൾ എനിക്കുണ്ടായിരുന്നത് ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, നല്ലപോലെ റൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ ബ്രേക്ക് പാഡ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ബാക്കിലത്തെ ബ്രേക്ക് പാഡ് തീർന്നതും എൻ്റെ ബാക്കിലത്തെ കാലിബറിനകത്ത് ഡിസ്ക് കുറഞ്ഞ് അവിടുത്തെ പാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇഷ്യൂ, അങ്ങനെയാണ് എനിക്ക് സൗണ്ട് ഫീൽ ചെയ്ത് തുടങ്ങി, ആ ബ്രേക്ക് പെഡലിൻ്റെ അടിയിൽ സൗണ്ട് അടിക്കുന്ന സൗണ്ട്. അപ്പോൾ അത് നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തു, പ്രോപ്പറായിട്ട് അവരെ ക്ലിയർ ചെയ്ത് തന്നു. ഇഷ്യൂസ് ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കിലത്തെ സൗണ്ടിൻ്റെ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടയറിൻ്റെ ലൈഫാണ്. ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടയറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് C8-ൻ്റെ ടയറാണ് കേട്ടോ. അതായത് കമ്പനി സ്റ്റോക്കായിട്ട് തരുന്നിട്ടുള്ള C8-ൻ്റെ ടയർ. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു വണ്ടിയിൽ 12,000 കിലോമീറ്റർ ആവാറായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഈ 12,000 കിലോമീറ്ററിൻ്റെ ടൈമിൽ ബാക്കിലത്തെ ടയർ 2 തവണ മാറിയിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ ടയർ ഇതുവരെ മാറിയിട്ടില്ല. അപ്പം അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് ഒരു കണക്ക് കൂട്ടാം, ഫ്രണ്ടിലത്തെ ടയറിൻ്റെ ലൈഫ് ഇപ്പോഴും ഉണ്ട്. അതായത് 12,000 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് ഫ്രണ്ട് ടയർ മിനിമം ലൈഫ് കിട്ടും. കാരണം ഇനിയും എൻ്റെ ടയറിൻ്റെ അകത്ത് ഇനിയും ലൈഫ് ബാക്കിയുണ്ട് ഫ്രണ്ടിലത്തെ.
പിന്നെ ബാക്കിൽ സൈഡിലേക്ക് വരാണെങ്കിൽ ബാക്ക് സൈഡിലത്തെ ടയർ ഞാൻ ആദ്യം മാറിയത് 3800 കിലോമീറ്ററിലാണ്. അത് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ആ ഒരു കംപ്ലൈൻറ്റായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു ബ്രേക്ക് പാഡ് ജാമായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ കൊണ്ടാണ് എൻ്റെ ബാക്കിലത്തെ ടയർ പെട്ടെന്ന് തേഞ്ഞ് തീർന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കംപ്ലൈൻറ്റ്, ബ്രേക്ക് പാഡിൻ്റെ കംപ്ലൈൻറ്റ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടയറിൻ്റെ ലൈഫും പെട്ടെന്ന് തന്നെ തീരും എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ആണ് ഈ പറഞ്ഞ ടയറും മാറി, അതുപോലെ ബ്രേക്ക് പാഡും മാറി, എല്ലാം കാലിബർ എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തു എല്ലാ കാര്യവും. അതിന് ശേഷമായിട്ട് ടയർ, അതായത് ഇപ്പോൾ എനിക്ക് 12,000 കിലോമീറ്റർ ആകുമ്പോഴും എനിക്ക് ബാക്കിലത്തെ ടയറിൽ ഇനിയും ലൈഫ് ഉണ്ട്. അപ്പോൾ അപ്രോക്സ് ഒരു എന്താ പറയുക, ഒരു 8-10 കിലോമീറ്ററിൻ്റെ അടുത്ത് വരെ എനിക്ക് ബാക്ക് ടയറിൻ്റെ ലൈഫ് കിട്ടുന്നുണ്ട് ഇപ്പോൾ പുതിയ ടയറിന് C8-ൻ്റെ. പിന്നെ നമ്മൾ ഓടിക്കുന്ന രീതിയും പോലെ ഇരിക്കും ബാക്ക് ടയറിൻ്റെ ലൈഫ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് മേജർലി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മാസലാമ, ടേക്ക് കെയർ.